നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2026 നടന്ന ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഒരു ജോഗ്രഫി ചോദ്യമാണ്. അപ്പൊ പലരും സോഴ്സ് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നത് എന്നുള്ളത്. ഈ മിക്ക ചോദ്യങ്ങളും വന്നിട്ടുള്ളത് NCERT ടെക്സ്റ്റ് ബുക്ക്, SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. ഈ പറയാൻ പോകുന്ന 8ാമത്തെ ചോദ്യം വന്നിരിക്കുന്നതും സെയിം +1 NCERT ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫിയിൽ നിന്ന് തന്നെയാണ്. പിന്നീട് മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും മറ്റ് സംസ്ഥാനങ്ങളിലെ PSC, SSC ടെസ്റ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പം പ്രധാനമായിട്ടും മറ്റ് സ്റ്റേറ്റുകളുടെ PSC ചോദ്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ തന്നെ ചോദ്യങ്ങൾ നോക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ SCERT, NCERT പ്രത്യേകിച്ച് +1 മേഖല കേന്ദ്രീകരിച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം 8 ആണ്. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവര് ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും നോക്കുന്നവർക്ക് 50 അതായത് 50 ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് 31 തീരത്തക്ക രീതിയിലാണ് കോഴ്സ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാനൊരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം, ഞാൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പൊ നോക്കാം, 8ാമത്തെ ചോദ്യം, മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. അതായത് 2 മുതൽ 8 കിലോമീറ്റർ വരെ കാണപ്പെടുന്ന മധ്യ ഉയര മേഘങ്ങൾക്ക് ഏത് ജോഡിയാണ് ശരി? അപ്പൊ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷും കൂടെ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ് ഫോർ മിഡിൽ ആറ്റിറ്റ്യൂഡ് ക്ലൗഡ്സ്? ഓൾട്ടിറ്റ്യൂഡ് ക്ലൗഡ്സ് 2 to 8 കിലോമീറ്റേഴ്സ് എന്നുള്ളതാണ്, ആറ്റിറ്റ്യൂഡ് അല്ല ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും മേഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തതായിരിക്കും, ഹൈറ്റിനനുസരിച്ചിട്ട് മേഘങ്ങളെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാറുണ്ട്. ഹൈറ്റിന്റെ ബേസിസിൽ നമ്മൾ പ്രധാനമായിട്ടും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഹൈ ക്ലൗഡ്സ്, മിഡിൽ ക്ലൗഡ്സ്, ലോ ക്ലൗഡ്സ്, ക്ലൗഡ് വിത്ത് വെർട്ടിക്കൽ ഡെവലപ്മെന്റ്. അങ്ങനെ 4 ആയിട്ട് നമ്മൾ ഉയരത്തിനനുസരിച്ച് മേഘങ്ങളെ തരംതിരിക്കും. ഈ രീതിയിലാണ് അത് തരംതിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം 2 to 8 കിലോമീറ്ററിന് ഇടയ്ക്ക് വരുന്ന മധ്യ ഉയര മേഘങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത്. നമ്മൾ മേഘങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് +1 ജോഗ്രഫിയിൽ പഠിക്കുമ്പം ഇവിടെ മേഘങ്ങൾ ഏതൊക്കെ തരമുണ്ടെന്നും ഏറ്റവും താഴെയായിട്ട്, അതായത് മേഘങ്ങൾ പ്രധാനമായിട്ടും സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ് ഇങ്ങനെ പഠിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഈ മുകളിൽ സൂചിപ്പിച്ച 4 തരം അടിസ്ഥാന മേഘങ്ങളും കൂടിക്കലർന്ന് താഴെ പറയുന്ന മേഘങ്ങൾ രൂപം കൊള്ളുന്നു. അതായത് ഈ 4 തരം പ്രധാനമായിട്ടും ഏതൊക്കെയാണ്? സിറസ്, അതുപോലെ തന്നെ ക്യുമുലസ്, സ്ട്രാറ്റസ് തുടങ്ങി നിംബസ് തുടങ്ങിയിട്ടുള്ള 4 ആൾക്കാരും കൂടെ ചേർന്നിട്ട് പ്രധാനമായിട്ടും മറ്റു മേഘങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഉന്നതതല മേഘം, ഹൈ ക്ലൗഡ്സ്, മധ്യതലമേഘം, മിഡിൽ ക്ലൗഡ്സ് എന്നും, അതുപോലെ താഴ്ന്ന തലമേഘം, ലോ ക്ലൗഡ്സ്, ദെൻ വെർട്ടിക്കൽ. ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലൗഡ് വിത്ത് എക്സ്റ്റെൻസീവ് വെർട്ടിക്കൽ ഡെവലപ്മെന്റ്, വിശാല ലംബതല വികാസമുള്ള മേഘങ്ങൾ. അപ്പൊ ഇതിനകത്താണ് നമുക്ക് വേണ്ട ചോദ്യം ഇരിക്കുന്നത്. നോക്കിക്കേ, ഉന്നതതല മേഘങ്ങള് സിറസ്, സിറോ സ്ട്രാറ്റസ്, സിറോ ക്യുമുലസ്. മധ്യതലമേഘം, മിഡിൽ ക്ലൗഡ്സ് ആണ് ഓൾട്ടോ സ്ട്രാറ്റസും ഓൾട്ടോ ക്യുമുലസും. ഇവിടെ പുസ്തകത്തില് ഈ മധ്യതല മേഘങ്ങൾ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മധ്യ ഉയര മേഘം എന്ന് തന്നെയാണ്, 2 to 8 കിലോമീറ്റേഴ്സ്. പഠിക്കുന്ന സമയത്ത് നമ്മൾ കിലോമീറ്റേഴ്സ് അടിസ്ഥാനമാക്കി മധ്യമേഖല, ഉയർന്ന മേഖല, ഏറ്റവും താഴ്ന്ന മേഖല, വേർട്ടിക്കല് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പൊ നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ മധ്യതല മേഘങ്ങൾ ഏതൊക്കെയാ? മിഡിൽ ക്ലൗഡ്സ്, ഓൾട്ടോ സ്ട്രാറ്റസും ഓൾട്ടോ ക്യുമുലസും ആണ് അല്ലെ. ഓൾട്ടോ സ്ട്രാറ്റസും ഓൾട്ടോ ക്യുമുലസും ആണ് മധ്യതല മേഘങ്ങൾ. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നതും അത് തന്നെയാണ്, ഓപ്ഷൻ സി, ഓൾട്ടോ സ്ട്രാറ്റസ് ആൻഡ് ഓൾട്ടോ ക്യുമുലസ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊന്ന് നോക്കാം. ആദ്യമായിട്ട് മേഘങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിക്കണം. മേഘങ്ങള് നമുക്കറിയാം, അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ജലബാഷ്പമൊക്കെ ഘനീഭവിച്ചിട്ട് രൂപം കൊള്ളുന്ന നേർത്ത ജലകണികകളുടെയോ ഹിമകണികകളുടെയോ ഒക്കെ സഞ്ചയമാണ് അല്ലെ, അതിന്റെ ഒരു കൂട്ടമാണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും മേഘങ്ങളെ പല ആകൃതിയിൽ അല്ലെങ്കിൽ കാണപ്പെടാറുണ്ട്. അതിന്റെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ സുതാര്യതയുടെ അടിസ്ഥാനത്തിലൊക്കെ മേഘങ്ങളെ നമ്മൾ എത്ര ആയിട്ട് തരംതിരിക്കും? 4 ആയിട്ട്. സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്, നിംബസ്. ഇനി അത് സിറസിന്റെ പ്രത്യേകത എന്താ? ഏകദേശം 8000 മുതൽ
12,000 വരെ, അതായത് 8,000 തൊട്ട് 12,000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നതാണ് സിറസ്. ഏറ്റവും ഉയർന്നതാണ്. അത് തൂവലുകൾക്ക് സമാനമായിട്ട് ചോദ്യം വന്നിട്ടുള്ളതാണ്. തൂവലുകൾ പോലെ ഇരിക്കുന്നതാണ് സിറസ്. ഇത് എപ്പോഴും വെളുത്തിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സിറസ് എന്ന് പറഞ്ഞാൽ നല്ല വെള്ളയാണ്, തൂവല് പോലിരിക്കും, ഏറ്റവും ഉയരത്തിൽ രൂപം കൊള്ളുന്നതാണ്. ദെൻ ക്യൂമുലസ് എന്ന് പറയുമ്പോൾ പഞ്ഞിക്കെട്ട് പോലെയാണ് ക്യൂമുലസ് ഇരിക്കുന്നത് അല്ലെ, പഞ്ഞിക്കെട്ട് പോലെ. ഇത് 4,000 മുതൽ 7,000 മീറ്റർ വരെയാണ് ക്യൂമുലസ് വരുന്നത്. പരന്ന അടിഭാഗത്തോടു കൂടി അങ്ങിങ്ങായിട്ടൊക്കെ ചെതറിക്കിടക്കുന്ന ടൈപ്പിലെ മേഘങ്ങളില്ലേ, അതാണ് ഈ ക്യൂമുലസ്. സ്ട്രാറ്റസ് എന്ന് പറയുമ്പോൾ ആകാശത്തെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടുന്നത് സ്ട്രാറ്റസ് ആണ്. സ്ട്രാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അടുക്ക്. അപ്പൊ പേര് പോലെ തന്നെ അടുക്കുകളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. താപം നഷ്ടപ്പെടുന്നത് മൂലമോ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായു സഞ്ചയങ്ങളുടെ സങ്കലനം മൂലമോ ഒക്കെയാണ് എന്ത് രൂപപ്പെടുന്നത്, സ്ട്രാറ്റസ് മേഘം. ദെൻ നിംബസ് ആണ്. നിംബസിന് കറുത്ത നിറമാണ്, ഇരുണ്ട ചാര നിറം, കറുത്തത് എന്നുള്ളതാണ് നിംബസ് മേഘം. ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് വളരെ അടുത്ത് കാണപ്പെടുന്നത് ആരാ, നിംബസ് ആണ്. അപ്പം ഡെൻസിറ്റി കൂടിയ അധാര്യമായിട്ടുള്ള മേഘങ്ങൾ, കറുപ്പുള്ളത് കൊണ്ട് തന്നെ ഇത് അധാര്യമാണ്, പ്രകാശത്തെ ഒന്നും കടത്തിവിടാത്ത അധാര്യമായിട്ടുള്ള മേഘങ്ങളാണ്. ഏറ്റവും താഴെയാണ്. ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നില്ല. ചിലപ്പോൾ ഈ മേഘങ്ങൾ ഭൗമോപരിതലത്തിൽ സ്പർശിക്കുമ്പോൾ നമ്മൾ താഴെയായിട്ട് കാണപ്പെടുന്നതായിട്ട് തോന്നും. പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല. ജനകലികകളുടെ ഒക്കെ ഒരു കൂമ്പാരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം നിംബസ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, ഈ 4 തരം മേഘങ്ങളും കൂടി കലർന്നിട്ട് പ്രധാനമായിട്ടും 4 ടൈപ്പ്, അതായത് ഹൈറ്റിന്റെ രീതിയിലാണ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് ക്ലൗഡ് ബേസ്ഡ് ഓൺ ഹൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹൈ, മിഡ്, ലോ അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൈ ക്ലൗഡ്സ്, അതായത് ഏകദേശം ഒരു 5 കിലോമീറ്റർ തൊട്ട് ഒരു 13 കിലോമീറ്റർ വരെ കാണപ്പെടുന്നതാണ്. എഴുതി വെക്കുക. സിറസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സിറസ് ആണ് ഏറ്റവും മുകളിൽ. അപ്പം ഏറ്റവും ഹൈ ക്ലൗഡ്സ് എന്ന് പറയുമ്പം സിറസ് ക്ലൗഡ്, അതുകൂട്ട് തന്നെ സിറോ സ്ട്രാറ്റസ്, സിറോ ക്യൂമുലസ്. എന്തൊക്കെയാണ്, സിറോ സ്ട്രാറ്റസ്, സിറോ ക്യൂമുലസ്, അതുപോലെ തന്നെ സിറസ്. ഇത് ഇത്രയും എവിടെയാ കാണപ്പെടുന്നത്, ഹൈ ക്ലൗഡ് അഥവാ ഉയർന്ന തലത്തിലാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഇവിടെ ഹൈ എന്ന് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹൈ ആണിത്, കണ്ടോ, ഹൈ ആണിത്. ഇനി അടുത്തത് മിഡിൽ ക്ലൗഡ്സ് എന്ന് പറയുമ്പം മിഡിലിനകത്ത് വരുമ്പം 2 to 7 കിലോമീറ്റർ ആണ്. ചിലടത്ത് ഇത് 8 കിലോമീറ്റർ. നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. 2 to 8 കിലോമീറ്റേഴ്സിൽ കാണപ്പെടുന്ന മധ്യ തലത്തിലുള്ള മേഘങ്ങളാണ്. ഓൾട്ടോ സ്ട്രാറ്റസ്. ഏതൊക്കെയാണ്, ഓൾട്ടോ സ്ട്രാറ്റസും ഓൾട്ടോ ക്യൂമുലസും. ഇവിടെ നടുക്കായിട്ട് കാണപ്പെടുന്നതാണ് അവര്. ഇനി ലോ ക്ലൗഡ്സ് എന്ന് പറയുമ്പം അവിടെ വരുന്നത് ഏകദേശം ഒരു 0 to 2 കിലോമീറ്റേഴ്സ് ആണ് അവർ വരുന്നത്. ഇവിടെ സ്ട്രാറ്റസും അതുപോലെ നിംബോ സ്ട്രാറ്റസും കാണപ്പെടുന്നു. അതായത് സ്ട്രാറ്റസ്, നിംബോ സ്ട്രാറ്റസ്, സ്ട്രാറ്റസ് ക്യൂമുലസ് തുടങ്ങിയവ കാണപ്പെടുന്നത് ഈ താഴെയാണ്. ഇനി ക്ലൗഡ്സ് വിത്ത് വെർട്ടിക്കൽ ഡെവലപ്മെന്റ്, അതായത് ഈ ഒരു വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ കാണപ്പെടുന്നത് കണ്ടോ, ഇതിനെയാണ് നമ്മൾ ക്യൂമുലസ് എന്നും അതുപോലെ ക്യൂമുലോ നിംബസ് എന്നും പറയാറുണ്ട്. എന്താണ്, ഈ വെർട്ടിക്കൽ ആയിട്ട് കാണപ്പെടുന്നതിന് നമ്മൾ ക്യൂമുലസ് എന്നും നിംബോ സ്ട്രാറ്റസ് ക്യൂമുലോ നിംബസ് എന്നും പറയാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, ഹൈറ്റിന്റെ അടിസ്ഥാനത്തില് നമ്മൾ പ്രധാനമായിട്ടും ഹൈ ക്ലൗഡ്സ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂട്ട് തന്നെ സിറസ്, സിറോ സ്ട്രാറ്റസ്, സിറോ ക്യൂമുലസ്. മിഡിൽ ക്ലൗഡ്സ് ആണ് ഓൾട്ടോ സ്ട്രാറ്റസും ഓൾട്ടോ ക്യൂമുലസും. ഏറ്റവും താഴ്ന്നു കിടക്കുന്നതാണ് അഥവാ ലോ ക്ലൗഡ്സ് ആണ് സ്ട്രാറ്റോ ക്യൂമുലസും നിംബോ സ്ട്രാറ്റസും. വെർട്ടിക്കൽ ആയിട്ട് കാണപ്പെടുന്നതാണ് ക്യൂമുലസും ക്യൂമുലോ നിംബസും. എന്താണ്, ക്യൂമുലസും ക്യൂമുലോ നിംബസും കാണപ്പെടുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ്. അപ്പൊ ഇത്രയുമാണ് മേഘങ്ങളെ പറ്റിയിട്ട് ഓർത്തു വെക്കാനുള്ളത്. ഇത് സ്ഥിരം ചോദ്യമാണ്. ഇതിനകത്തൊന്നും നമ്മൾ ഓർക്കാപ്പുറത്ത് ഈ ഒരു കിലോമീറ്റർ സഹിതം ചോദിച്ചപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും പലപ്പോഴും സംശയം ഉണ്ടായത്. മിഡിൽ ഓൾട്ടിറ്റ്യൂഡ് ആണ് ക്ലൗഡ്സ്. 2 to 8 കിലോമീറ്റർ, 2 to 7 കിലോമീറ്റർ ഒക്കെ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇനിയും തെറ്റിക്കരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ബൈ.